ആക്രമണത്തിനുടൻ തിരിച്ചടിയെന്ന് ഇസ്രായേൽ. വലിയ പിഴ കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത് 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ. ടെൽ-അവീവിലെ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി ചെറുത്തെന്ന് അമേരിക്ക. സഹായം വാഗ്ദാനം ചെയ്ത പ്രസിഡന്റ് ജോ ബൈഡൻ. സ്ഥിതി വിലയിരുത്താൻ UN രക്ഷാസമിതി ഇന്ന് ചേരും. മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് ഇന്ത്യ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 185-ാം ജന്മദിനത്തിൽ രാജ്യത്തെങ്ങും വിപുലമായ ആഘോഷം. പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തും. അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരണം. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടൽ കൂടുതൽ വിവാദങ്ങളിലേക്ക്. CPM-മായി ബന്ധമുള്ള ഏജൻസി പ്രതിനിധിയും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വിവരം. ഏജൻസിക്ക് ആരാണ് പണം നൽകുന്നതെന്ന് പ്രതിപക്ഷം. പ്രതികരിക്കാതെ മുഖ്യമന്ത്രി.